മണാലിയിലൊക്കെ പോയ വെറുതെ അത് വെറുതെ വിട്ടു. അത്ര വലിപ്പുണ്ട്, നല്ല രസമുണ്ട്. കിട്ടിയാ ചൂട് ചായ 41 കിടിലാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ക്യാമ്പിങ്ങിന് പോകാൻ പോവാണ്. നമ്മളൊരു ബീച്ചിൽ പോയിട്ട് അവിടെ ക്യാമ്പ് ചെയ്തിട്ട് ഫിഷിങ് ചെയ്യാനാണ് നമ്മളെ പ്ലാൻ ഉള്ളത്. ഓവർനൈറ്റ് ഫുൾ ഫിഷ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ടൈം ഒരു 12-1 ഒക്കെ ആയിട്ടുണ്ട്. ഇവിടെ ടെന്റ് ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് ഗൈസ്. നമ്മളിവിടെ എത്തി. ബീച്ചിൻ്റെ അടുത്ത് ഇപ്പോൾ ടെന്റ് റെഡി ആക്കിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഉണ്ട്. നമ്മൾ ടെന്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ടെന്റ് ഇവിടെ റെഡിയായി. നമ്മൾ സ്റ്റൗ റെഡിയാക്കാൻ പോവാണ്. ഗ്യാസ് നമുക്ക് അവിടെ ഇരിക്കാം, കിടക്കാം. മീൻ പിടിക്കാൻ റെഡിയായി. യെസ് ഗൈസ്, എന്തോ ഒരു മീൻ. ഇതെന്താ? ഇത് ഏതോ മീനാ? ഗൈസ്, നമുക്ക് മീൻ കിട്ടിയിരിക്കുകയാണ്. പാവം മീനെ നമ്മളിങ്ങനെ വെറുതെ വിടാന്ന് വിചാരിച്ചു. മീൻ കിട്ടി ഗൈസ്. അഗൈൻ എന്തോ ഒരു മീൻ. ഫുൾ വെറൈറ്റി മീനാണ് ഗൈസ് കിട്ടുന്നത്. നമ്മൾ ആ മീനെയും വെറുതെ വിട്ടു. അതും നമുക്ക് പറ്റിയ മീനല്ല, അതുകൊണ്ട് അത് വെറുതെ വിട്ടു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത മീനായിട്ട് വെയിറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് മീൻ നമുക്ക് കിട്ടി. ഫൈനലി ഇത്ര വലിപ്പുണ്ട് ഗൈസ്. വാവ് വാവ്, ഇത്ര വലിപ്പുണ്ട് ഗൈസ്. ഗൈസ്, ഫൈനലി വി ഗോട്ട് എ ഫിഷ്. അങ്ങനെ നമുക്ക് ബൊമ്പൻ സാധനം തന്നെ കിട്ടി. ഫൈനലി 3 മീൻ കിട്ടിയതിൽ 2 ഫാൻസി മീനായിരുന്നു. ഇപ്പത്തെ ഈ 1 ബൈ പറ. നെക്സ്റ്റ് നമുക്ക് 2 മീനെ കിട്ടി. അവിടെ ഫുള്ള് ആൾക്കാരാണ്. എല്ലാവരും ക്യാമ്പ് ചെയ്യാൻ വന്നതാണ്. ക്യാമ്പ് ചെയ്യാൻ വന്നതാണ്. ഫുൾ നിറച്ച വണ്ടിയാണ്. കുറച്ച് വണ്ടി പോകുന്നുണ്ട്, വരുന്നുണ്ട്. ഇപ്പോഴും കുറേ ആൾക്കാർ അവിടെ നിൽക്കുന്നു. ഈ മീനെ കിട്ടി. ഇപ്പത്ത് വെള്ളത്തിലിറങ്ങാൻ നല്ല രസമുണ്ട്. ഞാൻ വെള്ളത്തിലിറങ്ങ, പക്ഷേ വെള്ളത്തിലിറങ്ങുമ്പോൾ അത്ര തണുപ്പില്ല കേട്ടോ. ഈ വെള്ളത്തിലിറങ്ങുമ്പോൾ അത്ര തണുപ്പില്ല. കുറേ കുഞ്ഞു മീനുകളെ കാണുന്നുണ്ട്, പക്ഷെ പിടിക്കാൻ പറ്റിയില്ല. ഞാൻ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു ഇങ്ങനെ പോയിട്ട്, പക്ഷെ അത് തന്നെ പോവാണ് ഗൈസ്. നല്ല സ്പീഡുണ്ട്. പക്ഷെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ കാലും തണുപ്പില്ല, കൈ മാത്രം കുറച്ച്. മീനെ പിടിക്കാൻ ശ്രമിച്ചതുകൊണ്ട് വെള്ളം നനഞ്ഞുകൊണ്ട് നല്ല തണുപ്പുണ്ട്. പക്ഷെ ഉണ്ടെന്നാണ് എൻ്റെ ആഗമന നിഗമനം. ഗൈസ്, ഇവിടെ പപ്പയും അമ്മയും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. ആരാദ്യം പിടിക്കുമെന്ന് നോക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടെ. പപ്പ, മീൻ കിട്ടിയോ? ഒത്തിയോ? കോൺസെൻട്രേഷനിലാന്ന് തോന്നുന്നു, മിണ്ടുന്നില്ല. കിട്ടിയാ? കിട്ടി. ഒരു മീൻ കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഉടനെ തന്നെ ഒരു മീൻ നമുക്ക് അഗെയിൻ കിട്ടും. അമ്മ തണുപ്പായിട്ട് മാസ്ക് ഒക്കെ ഇട്ടണം. കുട്ടിക്ക് ജലദോഷം പിടിച്ചു, പാവം. സാരമില്ല കേട്ടോ. ഹൈ ഗൈസ്, അപ്പോൾ നമ്മൾ ടെൻറ്റിലാണ്. നല്ല തണുപ്പാണ് പുറത്ത്. ഞാൻ കൈയൊക്കെ ഫുൾ മൂടിയിരിക്കുക. അവിടെ മീൻ പിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ മീൻ പിടിച്ച ക്ഷീണത്തിൽ നമ്മളൊരു ചായ ഉണ്ടാക്കാൻ പോവാണ്. അവിടെ മീൻപിടുത്തം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഇവിടെ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ തണുപ്പത്ത് നല്ല ചൂട് ചായ സീനാണ്. നമ്മളിപ്പോൾ സമയം 4:30 ചായ ഉണ്ടാക്കാൻ നോക്കാം. ഇവിടെ നമ്മൾ ചായ ഉണ്ടാക്കുന്ന ഗൈസ്, കട്ടൻ ചായ ഉണ്ടാക്കുന്നത് ഗൈസ്. തണുപ്പും നല്ല ചൂട് ചായയും ഗൈസ്. നെക്സ്റ്റ് നോക്കട്ടെ എത്ര വലിപ്പം. അത് ചെറുതാ കിട്ടി ഗൈസ്. നെക്സ്റ്റ് ഇപ്പം ഗൈസ് സമയം പോകണ്ട 4:41. സൂര്യനിങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇരുട ഫുള്ളൊന്നും ആയില്ല, കുറച്ചിങ്ങനെ അവിടെ നിന്ന് വരുന്നേ ഉള്ളൂ. സണ്ണിനൊന്നും കാണുന്നില്ല, വെളിച്ചങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൺറൈസ് ചെയ്യുന്നുണ്ട്, പക്ഷെ സണ്ണിനെ കാണുന്നില്ല. സമയം ഇത്ര 6 മണി എങ്ങാനും ആയി. നമ്മൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് ചെയ്യാൻ, കാരണം നല്ല തണുപ്പ്. ഗ്ലൗസൊക്കെ കണ്ട, ഗ്ലൗസൊക്കെ ഇട്ടിട്ടില്ല. നല്ല തണുപ്പ്. കൊത്തുന്നുണ്ട്, പക്ഷെ കൊത്തുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് അന്ന് കടിക്കുന്നില്ല, തിന്നു പോവുകയാണ്. നല്ല ആളാണ്, നല്ല അടവനാന്ന് തോന്നുന്നു. ചിലപ്പോൾ കിട്ടും. ഇപ്പോൾ
കാത്തിരിക്കാം. ബൈ. വ്യൂ നല്ല കിടിലാണ്. ഇവിടെ ആണെങ്കിൽ സൺറൈസ്, അവിടെയാണെങ്കിൽ നമ്മളിവിടെ ഞാൻ അന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് രാത്രി ഇനി ബീച്ചിൽ പോയത്, അതുകൊണ്ട് ഇതിൻ്റെ കളറ് പറഞ്ഞിട്ട് അറിയാം ബ്ലൂ ആണ്. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടില്ല ഇനി, പക്ഷെ ഇപ്പോൾ കണ്ടു ഗൈസ്. എന്ത് ഭംഗിയാ, ഫുൾ ക്യാമ്പിങ്ങാ. അവിടെ വരെ ഉണ്ട്, എവിടേക്കോ വരാനുണ്ട് ക്യാമ്പിങ് തന്നെയാ. ഗൈസ് അപ്പോൾ എന്നെ കണ്ടാൽ ചിലപ്പോൾ ഇപ്പം മണാലിയിലൊക്കെ പോയ പോലെ ഉണ്ടാവും, ഗ്ലൗസും തൊപ്പിയും സ്വെറ്ററൊക്കെ ഇട്ടിട്ട്. പക്ഷേ ആക്ച്വലി ഇവിടെ നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പാണ്. ഒന്നാമത് വെള്ളത്തിലും കൂടി ആയതുകൊണ്ട് നല്ല തണുക്കുണ്ട്. ഞാനാണെങ്കിൽ ഇപ്പം കാലൊക്കെ ഊരി സോക്സും ഷൂവൊക്കെ ഊരി ഞാൻ വെള്ളത്തിലിറങ്ങപ്പം നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ കൈയൊക്കെ മരവിച്ചിറക്കുകയാണ്. അതുകൊണ്ട് ഇതിട്ടിട്ട് ഒരു കാര്യമില്ല, കാരണം കൈയൊക്കെ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ടൈറ്റായി മരവിച്ചിട്ട്. അപ്പോൾ അതാണ്, നല്ല തണുപ്പുണ്ട്. വെയിൽ വരണം ഒന്ന്, വെയിലില്ല, സൂര്യൻ ഭയങ്കര മൂടിയിട്ടായതുകൊണ്ട്, വെയിലില്ലാത്തതുകൊണ്ട് ആ ചൂടും വരുന്നില്ല, നല്ല തണുപ്പന്നെ എപ്പോഴും. അമ്മക്ക് ചിലപ്പോൾ അപ്പോൾ ഒരു മീൻ കിട്ടും. കിട്ടി, നമുക്ക് കിട്ടിയ മീൻ ചെയ്യാൻ പോവാണ്. നല്ല സാധനം കൊടുക്കാം നമുക്ക്. ഓറഞ്ച് എന്തിനാ ജ്യൂസ് അടിക്കാം എനിക്ക് തന്നെ. നമുക്ക് വി ആർ മേക്കിംഗ് ഓംപ്ലേറ്റ് ആണോ? നല്ല മണം വരുന്നുണ്ട് കേട്ടോ. റെഡി. അപ്പം നമുക്ക് കുറച്ചില്ല, പിന്നെ ഇപ്പോൾ കുടിക്കും ഗൈസ്. പ്രകൃതിയായിട്ട് മീൻപിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഹായ് പപ്പ, ഗുഡ് മോർണിംഗ്. പപ്പ ടെൻറ്റ് കിടന്ന് ഉറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കമൊക്കെ? ഇവിടെ മുട്ടട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് കിട്ടിയ അടുത്ത മീൻ, വീണ്ടും മീനെ കിട്ടി. ഇപ്പോൾ രാവിലെ ഭയങ്കര ക്ലൗഡി ആയതുകൊണ്ട് സണ്ണൊന്നുമില്ല ഗൈസ്. ഇതാണ് നമുക്ക് കിട്ടിയ മീൻ. ഇതിൻ്റെ ഉള്ളിൽ കുറേ മീനുണ്ട് കേട്ടോ, കാണഞ്ഞിട്ട് ശ്വാസം കുറച്ചുണ്ട്. ഞങ്ങൾ വെള്ളത്തിലിട്ട് ചിക്കുക. അപ്പം ഇപ്പോൾ സമയം 8:52 ഗൈസ്. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ മടങ്ങി പോകുന്നത് വീട്ടിലേക്ക്. എത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.